ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാർത്തികയെയും കാർത്തികയുടെ അമ്മയെ കാണിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. ആ സമയത്താണ് ദിലീപിന്റെ വിളി. അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും ദിലീപേട്ടനാണ് അമ്മ. എന്നാൽ കോൾ എടുക്കുമ്പോൾ അവൻ എന്ത് പറയാനാണ് വിളിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ദിലീപേട്ട എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. കാർത്തികെ, എങ്ങനെയുണ്ട് കാർത്തികെ? നീ ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുകയാണോ? സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അങ്ങനെയല്ല ദിലീപേട്ട, എനിക്കിതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ പിന്നെ ദിലീപേട്ടൻ്റെ വീട്ടിലേക്ക് വരാതിരുന്നത്, എനിക്കതൊന്നും കാണാനായിട്ട് ഉള്ള ത്രാണിയില്ല ദിലീപേട്ട, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് എന്ന് പറയാം. എന്നോട് ക്ഷമിക്കണം ദിലീപേട്ട എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് എന്തിന്? ഞാൻ പറഞ്ഞല്ലോ, നീ ഇതിലൊരു തെറ്റുകാരി അല്ലല്ലോ കാർത്തികേ. പിന്നെ എന്തിനാ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ കിരണിനെയും ബാക്കിയുള്ളവരെല്ലാവരെയും കണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം അവരോട് സംസാരിക്കുകയും ചെയ്തായിരുന്നു. പിന്നെ ഈ സമയത്ത് നീ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. നമ്മുടെ കല്യാണം ഒരിക്കലും മുടങ്ങാനായിട്ട് പോകുന്നില്ല ദിലീപേട്ട. എന്തൊക്കെയാ പറയുന്നത്? ഇത്രയൊക്കെ നടന്നില്ലേ? ആ സമയത്തും എന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിക്കരുത്. എന്നെ കല്യാണം കഴിക്കണ്ട. ഇനി ആ ഒരു കാര്യത്തിന് അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ദിലീപേട്ട എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ അച്ഛൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ നടക്കുമ്പോഴും ഈ കല്യാണം മുടങ്ങരുത്, ഈ കല്യാണം നടക്കണമെന്ന് തന്നെയാണ് എൻ്റെ അച്ഛൻ എൻ്റെ മനസ്സോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദിലീപേട്ട വേണ്ട, ഇനിയൊരു ദുരന്തം കൂടി കാണാനായിട്ട് എനിക്ക് ഉള്ള ത്രാണിയില്ല. അവൻ്റെ സ്വഭാവം അറിയാലോ, ഗംഗാപ്രസാദ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. അവൻ ഇനിയും എൻ്റെ കല്യാണം നടക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും വന്ന് ആരെങ്കിലും കൊല്ലും ദിലീപേട്ട. അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പക്ഷേ കാർത്തികേ, എനിക്കൊന്നേ പറയാനുള്ളൂ, ഏതൊക്കെ സംഭവിച്ചാലും കാർത്തിക്, ഞാൻ നിന്നെ കൈവിടില്ല. നമ്മൾ രണ്ടുപേരുടെയും കല്യാണം ഉറപ്പായിട്ട് നടക്കും. അങ്ങനെ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അങ്ങനെ കല്യാണം കഴിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ അവിടെ ജയിക്കുന്നത് ഗംഗാപ്രസാദാണ്. അവനെ ജയിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. കാർത്തികേ, നീ സമാധാനമായിട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഫോണോടെ വെക്കുകയാണ്. അപ്പോൾ കാർത്തികയുടെ അമ്മ എന്താന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മയെ ദിലീപേട്ടൻ ഒറ്റ വാശിയിലാണ്. ദിലീപേട്ടൻ പറയുന്നത് ഈ കല്യാണം നടക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് സാധിക്കില്ല അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മോളെ ഏതായാലും ദിലീപ് പറഞ്ഞ കാര്യത്തോട് നീ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ദിലീപ് കല്യാണം വേണമെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാനായിട്ട് പാടില്ല. അമ്മയും ഈ കാര്യത്തിന് കൂട്ടു നിൽക്കുകയാണോ? വേണ്ടമ്മേ, ഇത്രയും ദുരിതങ്ങളെല്ലാം സംഭവിച്ചു. അവൻ്റെ സ്വഭാവം അമ്മയ്ക്കും നന്നായിട്ട് അറിയാലോ മോളെ. ഞാൻ നിർബന്ധിക്കുന്നില്ല മോളെ. പക്ഷേ അവൻ ഇത്രയും താല്പര്യത്തോടു കൂടി തന്നെ മോളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോള് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും തോറ്റുപോകുന്നതും ദിലീപ് തന്നെയായിരിക്കും. അതുകൊണ്ട് മോളൊരു ഉറച്ച തീരുമാനത്തിലെത്ത്. പക്ഷേ എന്ത് തീരുമാനം എടുത്താലും ദിലീപിനെ വിഷമിപ്പിക്കുന്ന രീതിയിലാകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ നിർബന്ധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയുടെ അമ്മയെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ കാർത്തികയ്ക്ക് എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവമേ, ഇത് എവിടത്തോളം പോകുമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഈ വേലുവും അതേപോലെ തന്നെ കിരണം കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ വേലു പറയാണ്, സാറേ, ഞങ്ങൾ വന്നത് കാരണമാണല്ലോ സാറേ ഈ കല്യാണമൊക്കെ മുടങ്ങിയത്. അമലും എന്നോട് പറഞ്ഞു, നമ്മൾ വന്നത് കൊണ്ടാണ് ഈ കല്യാണമൊക്കെ മുടങ്ങിയെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം സാറേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് വേലു, നീ എന്തൊക്കെയാണ് മണ്ടത്തരങ്ങളാണ് പറയുന്നത്? നിങ്ങൾ വന്നത് കൊണ്ടാണോ കല്യാണം മുടങ്ങിയത്? കല്യാണം മുടങ്ങാനുള്ള കാരണമൊക്കെ അറിയാലോ. അല്ലെങ്കിലും കല്യാണം മുടങ്ങിയിട്ടില്ല, ഇനിയും നടത്താലോ. ദിലീപ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം ഉടനെ തന്നെ നടക്കുക തന്നെ ചെയ്യും. പിന്നെ ദിലീപിൻ്റെ അച്ഛനെ കൊന്നത് ഗംഗാപ്രസാദാണ്. അത് നിങ്ങളാവുന്നത് എങ്ങനെയാണ് കാരണക്കാര്? നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ, നിങ്ങളിതിൽ നിരപരാധിയല്ലേ. ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറയാൻ നിൽക്കരുത്. ഞങ്ങളൊക്കെ അവൻ അന്വേഷിച്ച് പോയതാണ്. എൻ്റെ സാറേ, അവൻ അന്വേഷിച്ച് പോകുമ്പോൾ ഇനിയും എന്നെയും കൂടി കൂട്ടു സാറേ. അവൻ എവിടെ കണ്ടാലും അവൻ്റെ പള്ളിക്ക് ഞാൻ കത്തി കയറ്റും. അവനോട് അത്രയും മാത്രം ദേഷ്യമുണ്ട് എനിക്ക് സാറേ. അതുകൊണ്ട് എവിടെ പോയാലും എന്നെയും കൂടി കൊണ്ടുപോകും. അത്ര എനിക്ക് സാറോട് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നോക്കട്ടെ, പക്ഷേ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് വേലുവിന് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചവനാണ് അവൻ. പക്ഷേ ആ സമയത്ത് ആ കാട്ടിൽ വെച്ച് ഞാൻ അവനെ തീർത്താൽ മതിയായിരുന്നു. അത് ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം, അതാണ് എനിക്ക് പറ്റിയതെന്നൊക്കെ പറയാം. അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രതീഷിൻ്റെ വരവ്. അപ്പോൾ രതീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ കണ്ടായിരുന്നോ? അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോ? അച്ഛൻ എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ സാറേ, സത്യം പറഞ്ഞു. സത്യം പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരണാകെ ഞെട്ടിപ്പോണേ. കുഴഞ്ഞു വീണെന്നോ? അതെ, കുഴഞ്ഞു വീണു. അപ്പം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അറ്റാക്ക് വന്ന ആളാണല്ലോ. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി.
ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് താങ്ങാനായിട്ട് പറ്റില്ല. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ വിശദമായിട്ട് പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞ് പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ദേ അപകടനില തരണം ചെയ്തു. ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. അയ്യോ എൻ്റെ ദൈവമേ, അച്ഛനോട് പിന്നെ ഇത് പറയാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ. അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കല്യാണമാണല്ലോ. കാർത്തികയുടെ കല്യാണം കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആൾ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ മുന്നിൽ ഈ ഒരു കല്യാണം മുടങ്ങി ദിലീപിൻ്റെ അച്ഛനെ ആ ഗംഗാപ്രസാദ് കൊന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ വീടിൻ്റെ മുന്നിൽ തന്നെ കാവൽ കെട്ടി നിൽക്കുന്ന ആളായിരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛന് പോലും അവനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അച്ഛൻ ആ ഒരു ഷോക്ക് വന്നതായിരിക്കും എന്നൊക്കെ പറയാം. ഏതായാലും കല്യാണിയോടൊക്കെ വിവരം അറിയണ്ടേ? പറയണ്ട കല്യാണിയോടോ കാർത്തികയോടോ ഈ സത്യം പറയാനായിട്ട് നിൽക്കരുത്. അയ്യോ, അപ്പോൾ എന്താണ് അച്ഛൻ ഇങ്ങോട്ട് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും സാറേ നമ്മൾ ചോദിച്ചപ്പോഴേക്കും അതിങ്ങനെ പറഞ്ഞാൽ മതി. അച്ഛനോട് സത്യം പറഞ്ഞായിരുന്നു. അച്ഛൻ ആ വിഷമം സഹിക്കാനാവാതെ ഏതെങ്കിലും അമ്പലത്തറയിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. അതിൽ കൂടുതൽ നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണിയും കാർത്തികയ്ക്കും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് സത്യം പറയരുതെന്ന് പറയാം. ശരി, ഞാൻ പറയില്ല. അപ്പോഴേക്കും നമ്മുടെ വേലുവാണെങ്കിൽ ദൈവമേ, ഇത് എന്തെല്ലാമാണ് സാറേ കാണുന്നത്? ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല. ഞങ്ങൾ കാരണമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതേ. വീണ്ടും അത് തന്നെ പറയുന്നു. വേലു, നീ കാരണം എങ്ങനെയാണ് ഞങ്ങൾക്ക് ദുരന്തം സംഭവിക്കുന്നത്? നിന്റെ കാട്ടിൽ കയറിയും ഗംഗാപ്രസാദ് ഓരോ അപകടങ്ങൾ കാണിച്ചു കൂട്ടിയില്ലേ? അതെല്ലാം നിങ്ങൾ കാരണമാണോ? അല്ലല്ലോ. അവൻ ഇനിയും വരും. അവൻ ഇനിയും എല്ലാവരെയും കുത്തി മലർത്തും. പക്ഷേ അതിനു മുമ്പ് തന്നെ അവനെ പിടികൂടണം. അവനെ അന്വേഷിച്ച് ഞാൻ പുറപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സാറേ, എങ്കിൽ പിന്നെ ഞാനും വരും സാറേ. അവനെ കണ്ട എൻ്റെ കൈ കൊണ്ട് തന്നെ വേണം അവൻ എനിക്ക് തീർക്കാനായിട്ട്. എൻ്റെ മൂപ്പനെ കൊന്നവനാണവൻ. എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചവനാണവൻ. അതുകൊണ്ട് അവനെ ഞാൻ വെറുതെ വിടില്ലെന്ന് വേലു വാശിയോടും വൈരാഗ്യത്തോടു കൂടി തന്നെ പറയുക. അങ്ങനെ നമ്മുടെ കല്യാണിയെ കാണിക്കുകയാണ്. അപ്പോൾ കല്യാണി കുളിച്ചൊക്കെ വരുന്ന സമയത്ത് കിരൺ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ കിരണെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ കിരണേട്ടാ, അച്ഛനെ കണ്ടോ? അച്ഛനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ കല്യാണി എന്താ കിരണേട്ടൻ്റെ മുഖത്തൊരു സങ്കടം എന്നൊക്കെ ചോദിക്കുക. അത് പിന്നെ അച്ഛനെ കണ്ടു, അച്ഛനോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ വന്നിട്ടുണ്ടോ? അച്ഛൻ എന്നിട്ട് എവിടെ? അച്ഛനെന്താ കൂട്ടിക്കൊണ്ട് വരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കണം. അത് പിന്നെ കല്യാണി ഞാൻ പറയുന്ന സമാധാനത്തോടെ കേൾക്കുക. അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ അച്ഛന് വിഷമം സഹിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ അച്ഛൻ ഒരു അമ്പലത്തറയിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് കരഞ്ഞെന്നാ പറഞ്ഞത്. പിന്നെ അവരൊന്നും വിളിച്ചിട്ട് വന്നുമില്ല. പിന്നെ ഏതായാലും ഇങ്ങോട്ട് വരാതിരിക്കുന്നത് തന്നെയാണ് കല്യാണി നല്ലത്. ഇതെന്ത് പരിപാടിയാണ് കിരണേട്ട ചെയ്യുന്നത്? അച്ഛനെ പോയി വിളിച്ചോണ്ട് വാ. അച്ഛൻ അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ഒരു അറ്റാക്ക് വന്ന ആളല്ലേ. അപ്പോൾ അച്ഛൻ ഇതൊന്നും താങ്ങാനായിട്ട് കഴിയില്ല. അച്ഛൻ എന്തിനാണ് അമ്പലത്തിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്? ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവരൊക്കെ വിളിച്ചു എന്നാ പറഞ്ഞത്. പക്ഷേ അച്ഛൻ പറയുക, കാർത്തികയുടെ മുഖത്തൊന്നും നോക്കാനായിട്ടുള്ള ശക്തി തനിക്കില്ല. കാർത്തികയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ താൻ ചങ്ക് പൊട്ടി പോകും എന്നൊക്കെ പറഞ്ഞാണ് അച്ഛൻ സങ്കടത്തോടു കൂടി അമ്പലത്തിൽ പോയിരുന്നത്. കല്യാണി ഏതായാലും നീ പറഞ്ഞ സത്യം തന്നെയാ. അച്ഛനൊരു അറ്റാക്ക് വന്നാണല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു നിങ്ങളുടെയൊക്കെ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ അച്ഛന് വീണ്ടും ഇത് സഹിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ അവിടെ തന്നെ ഇരിക്കട്ടെ, കുറച്ചു നേരം ഇരിക്കട്ടെ എന്നേ. നമ്മൾ പോയി വിളിക്കണ്ട. അച്ഛന് ഇഷ്ടമുള്ളപ്പോൾ ഇങ്ങോട്ട് വരട്ടെ. നമ്മൾ പോയി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ കരച്ചിലായി പിടിച്ചിലായി അങ്ങനെ ഒരുപാട് കാര്യങ്ങളായി. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പിന്നെ ബാലണ്ണനും അതേപോലെ തന്നെ ബൈജു ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ സുരക്ഷിതമായിട്ട് തന്നെ നോക്കിക്കോളും. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്താ ആവശ്യം വേണമെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന്. അതുകൊണ്ട് അച്ഛൻ്റെ മനസമാധാനത്തിന് അവിടെ ഇരിക്കട്ടെ കല്യാണി എന്നൊക്കെ പറയാം. അപ്പോൾ കല്യാണിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുക. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അമലു വരുന്നത്. അപ്പോൾ അമലു ഇവർ സംസാരിക്കുന്ന കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അമലു അവിടെ നിന്നേ, എവിടെ പോവാ? എന്താ ഇങ്ങോട്ട് വാ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ സാറേ ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അതെ, ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് സാറേ. നാട്ടിലേക്ക് പോവുകയാണെന്നോ? എന്തു പറ്റി? എന്തിനിപ്പം നാട്ടിലേക്ക് പോകുന്നത്? അത് പിന്നെ സാറേ, ഞങ്ങൾ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പൊയ്ക്കോളാം സാറേ. അമലു, എന്തൊക്കെയാ അമലു പറയുന്നത്? ഇത് തന്നെയാണ് വേലു എന്നോട് പറഞ്ഞത്. അമലു പറഞ്ഞു അത്രേ കല്യാണി. ഇവർ കാരണമാണ് ഇവിടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ കല്യാണിയാണെങ്കിൽ അമലുവിനെ സമാധാനിപ്പിക്കുക. എന്താ അമലു ഇത്? നിങ്ങൾ കാരണമാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ കാരണമാണ് ദിലീപിൻ്റെ അച്ഛൻ മരിക്കാനുള്ള കാരണം. ഇതെല്ലാത്തിനും കാരണക്കാരൻ ആ ഗംഗാപ്രസാദ് അല്ലേ?
അവനെ തീർക്കുകയല്ലേ നമുക്ക് വേണ്ടത്. നിങ്ങളെല്ലാം ഇവിടെ ഒളിച്ചോടി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? ദേ, കല്യാണം മുടങ്ങിയിട്ടൊന്നുമില്ല, കല്യാണം ഇനിയും നടക്കും. അത് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ പോയാൽ മതി. അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു കിരൺ സാറേ. അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി. അവനെ വെറുതെ വിടരുത് എന്നൊക്കെയാണ് പറയുന്നത്. കണ്ടോ, അമ്മ വരെ അങ്ങനെ പറയുന്നു. അപ്പോൾ അവനെ വെറുതെ വിട്ട് ഈ കല്യാണം മുടങ്ങാനാണോ? അതൊന്നും നടക്കാത്ത കാര്യമാണ്. ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ ജയിക്കാൻ പോകുന്നത് ഗംഗാപ്രസാദാ. ഈ കല്യാണം ഒരിക്കലും മുടങ്ങില്ല. ഇനി ദിലീപിൻ്റെ ഒരു അഭിപ്രായം കൂടി അറിഞ്ഞാൽ മാത്രം മതി എന്നൊക്കെ കിരൺ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമലു ആണെങ്കിൽ ഉറപ്പായിട്ടും ദിലീപേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ല കിരൺ സാറേ, എനിക്കത് വിശ്വാസമാണ്, നിന്റെ നാവ് പൊന്നായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമലിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ കല്യാണിയോട് ഞാൻ ഏതായാലും പോവാണ്, അവൻ അന്വേഷിക്കണം, അവൻ അന്വേഷിച്ച് അവനെ കണ്ടെത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല. അവൻ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഇനിയും ഈ കുടുംബത്തിൽ ഏത് വേഷം മാറി വരുന്നെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ രതീഷിനോടും വേലുവിനോടും പറയാണ്, നമുക്ക് പുറപ്പെടണ്ടേ? ഏതായാലും പുറപ്പെട്ടേ മതിയാവുള്ളൂ. അവൻ അന്വേഷിക്കണം. അവൻ ദിലീപിൻ്റെ ആ വീടിൻ്റെ പരിസരത്താണ് പോയിട്ടുള്ളത്. അവൻ ഏത് കടയിൽ നിന്നാണ് ഇല മേടിച്ചത് എന്നൊക്കെ വിശദമായിട്ട് തന്നെ അറിയണം. എന്നാലേ ശരിയാവുള്ളൂ. ശരി സാറേ, നമുക്ക് പോകാം, അവനെ കണ്ടെത്തണം സാറേ, ഇനി അവൻ ഒരു വീട്ടിൽ കയറി കളിക്കാൻ പാടില്ല സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദിലീപിൻ്റെ ഫോൺ വരുന്നത്. അപ്പോൾ ദിലീപാണല്ലോ വിളിക്കുന്നത്. ദൈവം എന്ത് പറയാനാണ്? ഇനി അവൻ്റെ തീരുമാനങ്ങളും എല്ലാം മാറ്റിയിട്ടുണ്ടാവോ? ഇനി കല്യാണം നടക്കില്ലേ? ഇനി അമ്മ വല്ലതും വിസമ്മതിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര പേടിച്ച് നമ്മുടെ കിരൺ ഫോൺ എടുക്കാം. എന്താ ദിലീപേ, എന്താ വിളിച്ചത്? അത് പിന്നെ കിരണെ എനിക്ക് കിരണിനെ ഒന്ന് കാണണം എന്ന് പറയാ. ഞാനേ നിങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. കാരണം ആ ഒരു പരിസരത്തു നിന്നാണല്ലോ അവൻ ഇലയും മേടിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെന്നത്. അപ്പോൾ അവൻ അന്വേഷിച്ചിറങ്ങുകയാണ് ഞങ്ങൾ. അവൻ എവിടെയുണ്ടെങ്കിലും പൊക്കണം അവനെ. അത് അവനെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവൻ മറിഞ്ഞ് നടക്കുകയല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കിരൺ എന്നെ ഒന്ന് കാണാൻ വേണ്ടി വാ, എനിക്ക് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്ന് പറയണം. ശരി, ഞാൻ ഏതായാലും വരാം, എത്രയും പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക. അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേലുവും അതേപോലെ തന്നെ രതീഷൊക്കെ ചോദിക്കുകയാണ്, എന്താ കിരൺ സാറേ എന്താ പറഞ്ഞത്? ദിലീപിന് കല്യാണത്തിൽ നിന്ന് പിന്മാറോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവനെന്നെ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനെന്നെ കണ്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്ന്. ഇനി അവൻ്റെ അമ്മ പ്രഷർ കയറ്റി കൊടുത്തിട്ടുണ്ടാവോ എന്നൊക്കെ രതീഷ് ചോദിക്കുമ്പോൾ അമ്മയെയും കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ലല്ലോ. ആകെ ഒറ്റൊരു മകനേ ഉള്ളൂ. ആ മകൻ ഇങ്ങനൊരു ദുരന്തം സംഭവിക്കുമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഏതമ്മയും കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നേ. അപ്പം അമ്മയെയും കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല. അപ്പം അമ്മ അങ്ങനെ കൂടുതൽ നിർബന്ധിക്കുമ്പോൾ അവൻ്റെ മനസ്സ് മാറുമോ കിരൺ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അറിയില്ല. അവനെ കാണട്ടെ, അവനെ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം എന്നങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ കാറിലേക്ക് കയറുകയാണ്. കാറിലേക്ക് കയറി നമ്മുടെ ദിലീപിനെ കാണുകയാണ്. അപ്പോൾ ദിലീപിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ ദിലീപേ എന്ന് ചോദിക്കുകയാണ്. അതെ, അവനെ തിരക്കി തന്നെ ഇറങ്ങിയതല്ലേ, നിങ്ങളോടൊപ്പം എനിക്കും കൂടണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അമ്മയുടെ ഒരു മാനസികാവസ്ഥ അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം ദിലീപേ, അമ്മയുടെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ദിലീപിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി, അത് ഞങ്ങൾ കാരണമല്ലേ ദിലീപേ? പിന്നെ കിരണേ, ഞാനിപ്പോൾ വിളിച്ചത് എൻ്റെ മനസ്സിൽ അച്ഛൻ പറയുന്നുണ്ട് അവനെ വെറുതെ വിടരുത്, അവൻ എവിടെയാണെങ്കിലും അവനെ കണ്ടെത്തണം, അവനെ തീർക്കണമെന്നൊക്കെ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ദിലീപിൻ്റെ അച്ഛനും അതേപോലെ തന്നെ ഈ ഗംഗാപ്രസാദിൻ്റെ അച്ഛനില്ലേ, അവരൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ ദിലീപിനെ വെറുതെ ഗംഗാപ്രസാദിനെ വെറുതെ വിടരുതെന്ന്. ഈ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞവനെ സ്വന്തം അച്ഛൻ്റെ ചിതാഭസ്മം അടിച്ച് പൊട്ടിച്ച് ആ അമ്മയെയും മകളെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ച് അങ്ങനെ നടന്നവനാണിവൻ. അപ്പം അവനെയൊക്കെ വെറുതെ വിടാനായിട്ട് പാടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അവനെയൊന്നും വെറുതെ വിടാനായിട്ട് പാടില്ല. പിന്നെ കിരണിനെ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഉടനെ തന്നെ കല്യാണം നടക്കണം എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിരണാകെ ഭയങ്കര ഇമോഷണൽ ആവുകയാണ്. അങ്ങനെ കിരൺ നേരെ നമ്മുടെ ദിലീപിൻ്റെ കൈ കയറി ഇങ്ങനെ പിടിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട് ദിലീപേ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ദിലീപ് ഞങ്ങളുടെ കാർത്തികയെ കൈ വിട്ടില്ലല്ലോ. അവൾക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നില്ലേ? ഇങ്ങനൊരു ചെറുക്കൻ ഒരിക്കലും ഉണ്ടാവില്ല, ഒരിടത്തും ഉണ്ടാവില്ല. ഏതൊരാണും ചിന്തിക്കുന്നത് പോലെയല്ല ദിലീപ് ചിന്തിക്കുന്നത് എന്നൊക്കെ പറയാ. ഏതായാലും കല്യാണത്തിൽ നിന്ന് ദിലീപ് പിന്മാറിയില്ലല്ലോ, അത്രയും വലിയൊരു സന്തോഷം ഇനി കിട്ടാനില്ല ദിലീപേ എന്ന് പറയാണ്. കിരൺ ധൈര്യമായിട്ട് പോയിട്ട് വാ, അവനെ പിടികൂടാനായിട്ട് സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു.
അതേപോലെ തന്നെ അവനെ പിടികൂടും. അതേ ദിലീപേ, അവനെ ഇന്ന് തന്നെ പിടികൂടാൻ പറ്റുമെന്ന് എനിക്കും എൻ്റെ മനസ്സും പറയുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും പോവാണെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങിയ അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി ഒരു അന്ന് ഇല മേടിച്ച് കടറ മുന്നിൽ വന്ന് നിൽക്കുക. അപ്പോൾ കട മുന്നിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരോട് വിശദമായി ചോദിക്കണം, എൻ്റെ പൊന്നു സാറേ നിങ്ങളൊക്കെ എവിടെന്നാ? ഞങ്ങൾ പോലീസിൽ നിന്നാ എന്ന് രതീഷ് പറയാ. അയ്യോ പോലീസുകാരൊക്കെ ഒരുപാട് ഇവിടെ വന്നായിരുന്നു, ഇവിടെ നിന്ന് ഇലയെ മേടിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ, പിന്നെ പൈസയും തന്നു കഴിഞ്ഞപ്പോഴേക്കും വേറെ ഞങ്ങൾക്കൊന്നും ചിന്തിക്കാനില്ലല്ലോ, അതുകൊണ്ട് ഇലയൊക്കെ കൊടുത്തു. വേറൊരാളെ ഏൽപ്പിച്ചിരുന്നത്, പക്ഷെ ഇയാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ഡീറ്റെയിൽസും പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അയാളെ സംശയമൊന്നും തോന്നിയില്ല. പിന്നീട് അയാൾ ഇവിടെ വന്നായിരുന്നോ എന്ന് കിരൺ ചോദിക്കണം. അയ്യോ ഇല്ല സാറേ, പിന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ, അവൻ കാര്യം നടത്തിയിട്ട് പോയില്ലേ സാറേ, ഞങ്ങളൊക്കെ അല്ലാതെ അതിൻ്റെ ഷോക്കിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.